ഇന്നായിരുന്നു ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ആദ്യ ഏകദിനം. ഇപ്പോൾ കളി ജയിച്ചിരിക്കുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട കിങ് കോഹ്ലിയുടെ ബാറ്റിംഗ് ആണ്. ആഫ്രിക്ക ടീമിനെ കോഹ്ലി പഞ്ഞിക്കിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. സെഞ്ചുറി പ്രകടനമാണ് കോഹ്ലി ഇന്ന് പുറത്തെടുത്തത്. ആ പഴയ കോഹ്ലിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക കളിയെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആയിരുന്നു. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്ക ആദ്യം ഇന്ത്യ ബാറ്റിങ്ങിന് അയക്കുമായിരുന്നു. പുതിയ ഓപ്പണിങ്സ് ഒക്കെ ആയിരുന്നു ഇന്ത്യക്ക്. അത് മറ്റാരുമല്ല, ജയ്സ്വാളും രോഹിത് ശർമ്മയായിരുന്നു. എന്നാൽ ഈ ഓപ്പണിങ്സ് ഒക്കെ അധികം നന്നായി തുടങ്ങിയെങ്കിലും അധികം ഐസ് ഉണ്ടായിരുന്നില്ല. ജയ്സ്വാൾ പെട്ടെന്ന് ഔട്ടായി മടങ്ങി. മൂന്നാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് പോയ ഇന്ത്യയെ പിന്നെ കോഹ്ലിയും രോഹിത് ശർമ്മയും അങ്ങനെ ചേർന്നാണ് പിടിച്ചു കയറ്റിയത്. കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. സൗത്ത് ആഫ്രിക്ക എങ്ങനെ എറിഞ്ഞിട്ടും ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ശർമ്മ 57 റൺസ് എടുത്തു. 57 റൺസ് എടുത്തപ്പോൾ ആണ് രോഹിത് ശർമ്മേനെ പുറത്തായത്. ബർഗറിന്റെ പന്തിലാണ് രോഹിത് ശർമ്മ ജയ്സ്വാൾ പുറത്തായത്. പോയാലും ഒരു ഭാഗത്ത് കോഹ്ലി ഉറച്ചു നിൽക്കുന്നുണ്ടെന്ന്. അങ്ങനെ കോഹ്ലി 135 റണ്ണാണ് അടിച്ചു കൂട്ടിയത്. കോഹ്ലി 83ാം സെഞ്ചുറിയാണ് അടിച്ചു കൂട്ടിയത്. ഇന്ന് ഇന്ത്യയുടെ നട്ടലായത് കോഹ്ലിയായിരുന്നു. നമ്പർ ഗഗുവതാണ് കഴിച്ചത്. പക്ഷെ താരത്തിന് ഫോമായി അതിന് സാധിച്ചില്ല. 5ാം നമ്പറിൽ വാഷിംഗ്ടൺ സുന്ദറാണ്. എന്നാൽ വാഷിംഗ്ടൺ സുന്ദർ വന്നതും പോയതും പെട്ടെന്നായിരുന്നു. പിന്നെ കോഹ്ലിയുടെ കൂടെ രാഹുൽ ക്യാപ്റ്റനായി കയറിയ രാഹുൽ ഒത്തുചേർന്ന ഇന്ത്യ മുന്നോട്ട്. ലാസ്റ്റ് കളി നിർത്തുമ്പോൾ ഇന്ത്യ 349 8 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചു കൂട്ടിയത്. സൗത്ത് ആഫ്രിക്ക നാണം കെട്ടു എന്ന് പറയേണ്ടി വരും. രണ്ടാമത്തെ ഓവറിൽ തന്നെ സൗത്ത് ആഫ്രിക്കയുടെ 2 വിക്കറ്റ് പോയി. ശരിക്കും ഒരു അടി പതറി. ഇന്ത്യ ഇന്ന് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും ഒരുപോലെ ഫോമായ കുറെ കാലത്തിന് ശേഷം ഇന്ത്യ ഇങ്ങനെ ഫോമായ കളിയാണിത്. റോക്കോ സഖ്യം ഫോമിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യൻ ടീമിനെ പിടിച്ചു കെട്ടാൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് സാധിച്ചില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം. കോഹ്ലിയുടെ കളിയും ഇന്ത്യയുടെ കളിയും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.